നമസ്കാരം. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അതിശക്തമായ ഒരു സൈനിക നീക്കം നടക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ് കാണുന്നത്. റഷ്യയുടെ എണ്ണക്കപ്പലായ ബെല്ല 1 ലക്ഷ്യമാക്കി അമേരിക്കൻ വായുസേന മിന്നൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. വെറുമൊരു നിരീക്ഷണത്തിനപ്പുറം മിനിറ്റുകൾക്ക് മുൻപ് അമേരിക്കയുടെ എയർബോൺ ഫോഴ്സ് ഹെലികോപ്റ്ററുകൾ വഴി കപ്പലിന് മുകളിൽ വന്നിറങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ വീഡിയോയും പുറത്തിറങ്ങി. ഒരു വശത്ത് റഷ്യൻ സബ്മറൈനുകൾ കപ്പലിന് സംരക്ഷണം നൽകുമ്പോഴാണ് അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത നീക്കം. എന്തുകൊണ്ടാണ് ഈ എണ്ണക്കപ്പൽ ഇത്രയേറെ പ്രാധാന്യമുള്ളതാകുന്നത്? അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യ രഹസ്യമായി എണ്ണ കടത്താൻ ഉപയോഗിക്കുന്ന കപ്പൽ വ്യൂഹമായ ഷാഡോ ഫ്ലീറ്റിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ബെല്ല 1. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മറികടന്നാണ് ഈ കപ്പൽ സഞ്ചരിക്കുന്നത്. ഈ കപ്പലിനെ പിടിച്ചെടുക്കുക വഴി റഷ്യയുടെ രഹസ്യ ഇടപാടുകൾക്ക് വലിയൊരു തിരിച്ചടി നൽകാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. റഷ്യ ഇതിനെ നേരിടാൻ ഒരു സബ്മറൈൻ തന്നെ അറ്റ്ലാന്റിക്കിൽ വിന്യസിച്ചിരുന്നു എന്നത് ഈ നീക്കം എത്രത്തോളം അപകടകരമാണെന്ന് തെളിയിക്കുന്നു. ഒരു റഷ്യൻ കപ്പലിനെ അമേരിക്കൻ സൈന്യം നേരിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. സമുദ്രത്തിനടിയിൽ റഷ്യൻ സബ്മറൈനുകളും ആകാശത്ത് അമേരിക്കൻ ഹെലികോപ്റ്ററുകളും മുഖാമുഖം നിൽക്കുന്ന അവസ്ഥ. ഏതെങ്കിലും തരത്തിൽ ഒരു വെടിവെപ്പ് നടന്നാൽ അത് നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായി മാറിയേക്കാം. റഷ്യൻ സൈനികർ കപ്പലിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും കുറിച്ചുള്ള തർക്കങ്ങൾ ഇതോടെ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. സമുദ്രത്തിലെ ഈ ഏറ്റുമുട്ടൽ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. റഷ്യൻ കപ്പലിലെ ഈ ഓപ്പറേഷൻ പൂർത്തിയാകുമോ അതോ റഷ്യ ശക്തമായ തിരിച്ചടി നൽകുമോ എന്നതാണ് പ്രധാന ചോദ്യം. ലോകത്തിൻ്റെ സമാധാന അന്തരീക്ഷം വീണ്ടും കരിനിഴലിലായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. അറ്റ്ലാന്റിക്കിലെ ഈ പോർവിളി ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.